ശ്രീ ജോർജ് ജോസഫ്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏതാണ്ട് 1.09% ഈ കയറ്റുമതിയിൽ വരുന്നത്. പക്ഷേ സമുദ്രോൽപ്പന്നങ്ങളുടെ കാര്യം മാത്രം എടുത്താൽ ഏതാണ്ട് 14% കേരളത്തിൽ നിന്നുള്ളത്. അവയൊക്കെ നേരിട്ട് ബാധിക്കും. തേയില കയറ്റുമതി മാത്രമല്ല, കശുവണ്ടി കയറ്റുമതി, ഇതൊക്കെ ബാധിക്കുന്ന ഒന്നാണ്. ഇവിടെ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഈ വീഴ്ച സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ BJP പറയുന്ന വാദം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു കയറാനുള്ള ട്രംപിൻ്റെ നീക്കത്തെ തടഞ്ഞതാണ്, പാലുൽപ്പന്ന ഇറക്കുമതി തടഞ്ഞതാണ്, അല്ലെങ്കിൽ മാംസാഹാരത്തിൻ്റെ ഇറക്കുമതി തടഞ്ഞതാണ് പ്രധാന പ്രശ്നം. അതിനുള്ള വൈരാഗ്യം തീർക്കുകയാണ്. ഇങ്ങനെ ലളിതവൽക്കരിച്ച് കാണാനാകുമോ ഈ വിഷയത്തെ? എങ്ങനെയാണ് ഇതിൻ്റെ വിശാല പരിപ്രേക്ഷ്യം? ജോർജ് ജോസഫ്. അജിംഷാദെ, ഇവിടെ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ നമ്മുടെ ഈ ഇന്ത്യയിലെ പശുക്കളെല്ലാം വെജിറ്റേറിയൻ പശുക്കളാണെന്നുള്ളൊരു വാദം അത് തന്നെ ഒരു വിചിത്രമായൊരു കാര്യമാണ്. കാരണം ഇന്ത്യയിലും കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നതിൽ മാംസാവശിഷ്ടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ജോർജ് ജോസഫ് സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പശുക്കളുടെ കാലിത്തീറ്റയിൽ നോൺ വെജ് ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാൽ അത് പശുക്കളുടെ ബ്രെയിൻ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളുണ്ട്. കാരണം അവർ ഹെർബിയോസ് ആയതുകൊണ്ട് അത് നിരവധി കാലിത്തീറ്റ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ഈ കാറ്റിൽ ഫീഡിൽ നിന്ന് ഇത് കുറയ്ക്കുകയും അല്ലെങ്കിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നൊരു നടപടി നമ്മൾ നേരത്തെ എടുത്തിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അല്ല, അതുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് മറ്റു രാജ്യങ്ങളെ പോലെ അല്ല. ഇപ്പൊ UK ഉണ്ടായിരുന്ന ഭ്രാന്തി പശു രോഗം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ മാംസാവശിഷ്ടങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് കുറവാണ് തീർച്ചയായിട്ടും. പക്ഷെ അല്ല പ്ലീസ് താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദയവായിട്ട് പറയാൻ അനുവദിക്കണം. പിന്നെ അജിംഷാദെ, ഒരു കാര്യം നമ്മൾ അല്ല, ജോർജ് ജോസഫ് സാർ കംപ്ലീറ്റ് ചെയ്യട്ടെ. ജോർജ് ജോസഫ് സാർ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇത്രയും നേരം അദ്ദേഹം അത് കേട്ടുകൊണ്ടിരുന്നതാണ്. പ്ലീസ് ശ്രീ ജോർജ് ജോസഫ് സാർ, താങ്കൾ പ്ലീസ്. അത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് വരുന്നത് വാണിജ്യപരമായ ചർച്ചകളുടെ ഒരു അടിസ്ഥാനത്തിൽ മാത്രം ഇതിനെ ചുരുക്കി കാണുന്നതിൽ അർത്ഥമില്ല. ഇത് കഴിഞ്ഞ 2014 ശേഷമുള്ള നയതന്ത്ര രംഗത്ത് ഇന്ത്യക്ക് വന്നിട്ടുള്ള വീഴ്ചകളുടെ ഏറ്റവും അനന്തരഫലമാണ് ഈ കാണുന്നത്. മനസ്സിലായില്ല? അതായത് ഈ 2014 ശേഷം ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൽ, ഇന്ത്യയുടെ ഡിപ്ലോമസിയിൽ പ്രകടമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായി. അത് പ്രത്യേകിച്ച് കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ വളരെ കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായി. ഇപ്പം മോഡി തന്നെ ട്രംപിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഹൗഡി മോഡി എന്നുള്ള രീതിയിൽ പ്രചരണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ കൊണ്ടുവന്ന് നടത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു US പ്രസിഡന്റ് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു രാജ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വരാവുന്ന ഒരു രീതിയിൽ ഒരു റാലിയിലൊക്കെ പങ്കെടുക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഒരു US പ്രസിഡന്റ് ചെയ്തതായിട്ടും എൻ്റെ അറിവിലില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്ത് നിന്നൊരു കാലഘട്ടം, അതായത് മോഡിയും ഇവരും തമ്മിൽ, ട്രംപും തമ്മിൽ ഭായിയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ നയതന്ത്ര രംഗത്ത് വന്നിട്ടുള്ള വീഴ്ച മറയ്ക്കുന്നതിന് BJP ചെയ്തത് PR വർക്കുകളാണ്. ആ PR വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ BJP പ്രതിനിധി ഇവിടെ പറഞ്ഞത്, മോഡിയെക്കുറിച്ച് ലോകാരാധ്യനായ എന്ന് പറയുന്നത്. അതെല്ലാം ഒരു PR വർക്കിൻ്റെ ഭാഗമായി കൃത്യമായി ഇഞ്ചക്റ്റ് ചെയ്യുന്ന വാക്കുകളാണ്. വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു കാര്യം നമ്മൾ പറയാം. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിൽ ട്രംപ് പറയുന്നത് ഞാൻ ഇടപെട്ടു തീർത്തു എന്നാണ്. ഇത്രയും ദിവസത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 30 തവണയോളം അദ്ദേഹം ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർലമെൻറ്റിൽ പറഞ്ഞ മറുപടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ എല്ലാം പറയുന്നെന്താ, ലോകത്തെ ഒരു നേതാവും ഇടപെട്ടിട്ടില്ല. അതല്ലല്ലോ ചോദ്യം. റഷ്യൻ പ്രസിഡന്റ് ഇടപെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ പ്രധാനമന്ത്രി ഇടപെട്ടിട്ടില്ല, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇടപെട്ടിട്ടില്ല. അവരാരും പറയുന്നില്ല ഞങ്ങളാണ് ഇടപെട്ടത് തീർത്തതെന്ന്. ആകെ പറയുന്നത് പ്രസിഡന്റ് ട്രംപാണ്. പ്രസിഡന്റ് ട്രംപ് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് ലോകത്തെ ഒരു നേതാവും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. അപ്പം ചോദ്യം ഡയറക്റ്റാണ്, വളരെ കൃത്യമായി ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം വൈസ് പ്രസിഡന്റ് ഇങ്ങനെ ഈ ഭീഷണിയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഞാൻ പറയട്ടെ അജിംഷാദെ, അതായത് അതിനുശേഷം ഇന്ത്യ MP-മാരുടെ വലിയ ഡെലിഗേഷൻ ഒക്കെ പല രാജ്യങ്ങളിലേക്ക് പോയി.
അപ്പോൾ നയതന്ത്ര രംഗത്ത് അത് ഇവിടെ വന്നിട്ട് തിരിച്ച് വലിയൊരു സംഭവമൊക്കെ അവിടെ നടന്നു എന്നുള്ള രീതിയിലാണ് ആഘോഷിച്ചത്. വാസ്തവത്തിൽ എന്താ നടന്നത്? ഈ ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ പോയ സംഘത്തിന് ആരെയാ കാണാൻ കഴിഞ്ഞേ? പ്രസിഡന്റ് ട്രംപിനെ കണ്ടോ? ഒരു കാര്യം അജിംഷാദെ, ഈ US പ്രസിഡന്റായിട്ട് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം അദ്ദേഹത്തെ വാഷിങ്ടണിൽ പോയി കാണുന്ന ലോകരാഷ്ട്രത്തിൻ്റെ തലവൻ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയാണ് ആദ്യമായിട്ട് രണ്ടാം വട്ടത്തിൽ വരുമ്പോൾ ഈ പ്രസിഡന്റ് ട്രംപിനെ കാണാൻ പോകുന്നത്. അതിനുശേഷം എസ് ജയശങ്കർ ഇന്ത്യയിൽ നിന്ന് പലതവണ അമേരിക്കയിലേക്ക് പോയി. പീയൂഷ് ഗോയൽ ട്രേഡ് ചർച്ചകൾക്ക് വേണ്ടി പലതവണ പോയി. ആരാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഒരു തവണ കണ്ടിട്ടുള്ളത്? ആർക്കും കാണാൻ അനുമതി കൊടുക്കുന്നില്ല. അവരെല്ലാവരും പോയിട്ട് JD വാൻസിനെ കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരു ചർച്ചകളിലും ഇന്ത്യയുടെ പ്രതിനിധികളെ കാണാനോ ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്ററെ കാണാനോ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയെ കാണാനോ ഒന്നും പ്രസിഡന്റ് ട്രംപ് തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 2014 ശേഷമുള്ളൊരു ചിത്രം എടുക്കുക. ഇന്ത്യയുടെ ചുറ്റുപാടും കിടക്കുന്ന ഏത് രാജ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ബന്ധത്തിൽ നമുക്ക് സൗഹൃദത്തിലുള്ളത്? ശ്രീലങ്കയ്ക്ക് ഇന്ത്യയോട് താല്പര്യമില്ല. ബംഗ്ലാദേശ് ഇന്ത്യയുടെ ശത്രുപക്ഷത്തേക്ക് പോകുന്ന നിലയിലേക്ക് പോയി. നേപ്പാൾ എന്ന് പറയുന്ന സാർക്ക് എന്ന് പറയുന്ന സംവിധാനമൊന്നും നിലവിലില്ല, അതറിയാമോ? അപ്പം നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയോട് വളരെ ചേർന്ന് നിന്ന രാജ്യം ഇന്ന് ഇന്ത്യയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ചൈനയുമായിട്ടാണ് അവർ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. ചൈനയുമായിട്ട് ഇന്ത്യയുടെ ബന്ധം മോശമായ സ്ഥിതിയിലേക്ക് പോകുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ നിലയിലേക്കും പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഈ അയൽ രാജ്യങ്ങളുമായിട്ട് ഒരു ബന്ധം ആക്കാൻ അങ്ങനെ ആ നയതന്ത്രപരമായ എല്ലാ പരാജയങ്ങളെയും PR എക്സർസൈസ് കൊണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഹൗഡി മോഡി, ലോകാരാധ്യനായ മോദി, ലോകത്തിൻ്റെ തലവൻ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വെറും PR എക്സർസൈസിലൂടെ ഈ നയതന്ത്ര വീഴ്ചകളെ മറക്കുകയാണ്. അപ്പോൾ ഈ നയതന്ത്ര വീഴ്ചകളുടെ തുടർച്ചയാണ് ആ നയതന്ത്ര വീഴ്ചകളിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളങ്ങോട്ട് വിട്ടുകൊടുക്കില്ല, നമ്മൾ കാർഷിക വില ഓപ്പൺ ചെയ്യില്ല, പശുക്കളുടെ പ്രശ്നമൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ഒരു 3-4 ദിവസം മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് വിവിധ മന്ത്രാലയങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശം എന്താ? നിങ്ങൾ ഏതൊക്കെ ഏരിയകൾ തുറന്നു കൊടുക്കാൻ പറ്റും, ഏതൊക്കെ മേഖലകൾ അമേരിക്കയ്ക്ക് ഇളവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് വിശദമായി പഠിച്ച റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരേ സമയം തന്നെ 2 വർഷവും പറയുകയാണ് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, കർഷകരെ ഞങ്ങൾ അങ്ങനെ ഇത് ചെയ്യില്ല, ഇന്ത്യയിലെ പശുപാലകന്മാരെ ഞങ്ങൾ സംരക്ഷിക്കും. അത് പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് തുറന്നു കൊടുക്കുന്ന മേഖലകൾ കൂടുതലായിട്ട് പറഞ്ഞു തരാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരേ സമയത്ത് ഡബിൾ സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ മോഡിക്ക് അറിയാം ഒരു വ്യക്തമായിട്ടൊരു കാര്യം, അമേരിക്കയെ പോലുള്ള രാജ്യത്തെ പൂർണ്ണമായിട്ട് പിണക്കിക്കൊണ്ട് അവരുടെ ഭരണം സുസ്ഥിരമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് മോഡിക്കും BJPക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അമേരിക്കയുടെ മുമ്പിൽ കീഴടങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് വേണ്ട. കാർഷിക മേഖല അത് എത്രമാത്രം തുറന്നു, പിന്നെ കാർഷിക മേഖലയും ക്ഷീരമേഖലയും തുറക്കാത്ത എന്തുകൊണ്ടാണ്? അതായത് ഇന്ത്യയിൽ മോഡി ഭരണത്തിൽ വിജയിച്ചിട്ടുള്ള ഏക വലിയ പ്രക്ഷോഭം എന്ന് പറയുന്നത് കർഷക പ്രക്ഷോഭമാണെന്ന് നമ്മൾ ആലോചിക്കണം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും പഞ്ചാബിലെ കർഷകർ ട്രാക്ടറുമായിട്ട് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യും. അവിടെ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ പതാക വലിച്ചു താഴ്ത്തി ഖാലിസ്ഥാൻ്റെ പതാക ഉയർത്തുന്ന സ്ഥിതിയിലേക്ക് വീണ്ടും പോവും. അതൊക്കെ മോഡിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ എപ്പോഴേ തന്നെ കാർഷിക മേഖല തുറന്നു കൊടുത്ത് ഈ കരാറിൽ ഒപ്പിടുമായിരുന്നു. അപ്പോൾ അതൊന്നുമല്ല ഇതിനകത്ത് വിഷയം എന്ന് പറയുന്നത്. ആ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാണിച്ചിട്ടുള്ള നയതന്ത്ര രംഗത്ത് വന്നിട്ടുള്ള വളരെ ഗൗരവമേറിയ വീഴ്ചകളാണ് ഇതിൻ്റെ കാതലായ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് PR എക്സർസൈസിലൂടെ BJPയും സംഘപരിവാർ സംഘടനകളും ഒരുപോലെ അങ്ങ് ആവർത്തിക്കുകയാണ്. ലോകത്തെ മഹാനായ ആളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് എന്നെല്ലാം രീതിയിലാണ്. അതുപോലെ നമ്മൾ എടുക്കുക പാകിസ്ഥാനോട് 19% അതുമാത്രമല്ല, പാകിസ്ഥാനെ കുറിച്ച് ഈ കരാർ ഒപ്പിട്ടിട്ട് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, നാറ്റോ സഖ്യരാജ്യത്തിന് പുറത്ത് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്നാണ് പറയുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നയതന്ത്ര രംഗത്തുള്ള പരാജയത്തിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വാഷിങ്ടണിൽ ഉള്ള സമയത്താണ് പ്രസിഡന്റ് ട്രംപ് പാകിസ്ഥാൻ്റെ കരസേനാ മേധാവിയെ വിളിച്ച് ഡിന്നർ കൊടുക്കുന്നത്. അതാലോചിക്കണം നമ്മൾ. ഇവരവിടെ ഉണ്ട്, ഈ ശശി തരൂർ സംഘവും വാഷിങ്ടണിലുണ്ട്. ആ സമയത്ത് തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ അല്ല ഡിന്നർ കൊടുക്കുന്നത്. ഒരു കരസേന മേധാവിക്ക് ഒരു US പ്രസിഡന്റ്, ഒരു രാജ്യത്തിൻ്റെ തലവൻ
ഡിന്നർ കൊടുക്കുക, സംസാരിക്കുക. അത് പ്രോട്ടോകോൾ വിരുദ്ധമാണത് സാധാരണ ഗതിയിൽ കാണുന്ന കാര്യമാണ് ഈ നയതന്ത്ര മേഖലയിൽ. അതെ, സാധാരണ രീതിയിൽ അങ്ങനെ രാഷ്ട്രത്തലവന്മാർക്ക് ഡിന്നർ കൊടുക്കുന്ന അല്ലെങ്കിൽ വിരുന്നൊരുക്കുന്ന രീതിയൊക്കെയാണ്. കാരണം കൗണ്ടർ പാർട്ട് അല്ല അങ്ങനെ വിരുന്നൊരുക്കുന്ന രീതി പതിവ് രീതിയല്ല, കൗണ്ടർ പാർട്ടല്ല. എക്സാക്ട്ലി ആ കൗണ്ടർ പാർട്ടല്ല. അത് ഇന്ത്യയുടെ പ്രതിനിധി സംഘം അവിടെ ഉള്ളപ്പോൾ. എന്നിട്ട് വേറെ നാണം കെട്ട സംഭവം ഉണ്ടായി. അജിം ഷാഹിനെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു BJPയുടെ MP പ്രസിഡന്റിനെ കാണാൻ JD വാൻസിന്റെ ഭാര്യയുടെ ഏതോ ബന്ധുക്കൾ വഴിയൊക്കെ വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ താമസത്തേക്ക് പോകാനൊക്കെ നോക്കിയതും അത് നാണം കെട്ടു പോകുന്നതും ഇതേ BJP തന്നെ ആ MP താക്കീത് ചെയ്ത സംഭവമൊക്കെ നമ്മൾ അറിഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ അതാണ് ഇന്ത്യയുടെ നയതന്ത്രപരമായ രംഗത്ത് അമേരിക്ക പുലർത്തുന്ന നിലപാടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നിലപാടിൻ്റെ തുടർച്ചയിലാണ്. ഇപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. അതുപോലെ തന്നെ ചൈന പല രീതിയിലും റഷ്യയോട് ചേർന്ന് നിന്ന് സഹകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് 30%, ഇന്ത്യക്ക് മാത്രം ഈ പിഴ തീരുവ എന്ന് പറയുന്ന സംഭവം വരുന്നത്? അപ്പം എവിടെയാണ് ഈ മൈ ബെസ്റ്റ് ഫ്രണ്ട് നിന്നിരുന്നത്? അപ്പം ഇതൊക്കെ ഒരു നാടകമായിരുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റിനെ കെട്ടിപ്പിടിക്കാൻ കഴിയുന്ന വ്യക്തിപരമായ അടുത്ത ബന്ധമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏക പ്രധാനമന്ത്രി ഞാനായിരുന്നു. ഇതൊക്കെ പണ്ട് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയൊക്കെ ഇതിനേക്കാൾ വലിയ ബന്ധം അന്നത്തെ US പ്രസിഡന്റുമാരൊക്കെ ആയിട്ടുണ്ട്. ഈ ഇന്ദിരാഗാന്ധി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് മുഖത്ത് നോക്കി തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. IMFൽ നിന്ന് പണം തരില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല എന്ന് ഇന്ദിരാഗാന്ധി ചോദിച്ച സംഭവമുണ്ട്. അങ്ങനെ മോഡി ചോദിക്കാനുള്ളൊരിതുണ്ടോ? അപ്പം ഇതിനകത്തും ഈ കരാറിൻ്റെ കാര്യത്തിലും തീർച്ചയായിട്ടും വഴങ്ങിക്കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും ബിസിനസ് താല്പര്യങ്ങളും പൊളിഞ്ഞു പോകുമെന്നുള്ള ഇത് വളരെ വ്യക്തമായിട്ട് സംഘപരിവാറിനറിയാം. പക്ഷേ ഇപ്പം എന്താ പല നാടകങ്ങളും കാണിക്കണം. ഞങ്ങളിവിടെ ഭയങ്കര കർഷകരുടെ ആളുകളാണ്, ഞങ്ങൾ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനെ ഞങ്ങൾ സംരക്ഷിക്കുന്നവരാണ്, ഞങ്ങൾ ആഭ്യന്തര അങ്ങനെയൊന്നുമല്ല. മോഡി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ BJP എന്നുള്ള പാർട്ടിയും നമുക്ക് ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.